രമണീയം MT കാലം എന്ന പേരിൽ കോഴിക്കോട് ബീച്ചിലാണ് ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ സിബി മലയിലും നടൻ വിനീതും ശ്യാമപ്രസാദും MT എന്ന ചലച്ചിത്രകാരനെ ഓർത്തെടുക്കുകയാണ്. പക്ഷേ അദ്ദേഹം ചെയ്ത സിനിമകൾ ഓരോന്നും അദ്ദേഹം തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രമാത്രം കൃത്യതയോടുകൂടി ആ കഥയെ അദ്ദേഹം എഴുതിയ തിരക്കഥയെ സമീപിച്ച സംവിധാനം കൂടിയാണ്. അത് നിർമ്മാല്യമാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയും. സാറ് 6ഓളം സിനിമകളാണ് അദ്ദേഹം 60ഓളം തിരക്കഥകൾ എഴുതിയെങ്കിലും അതിൽ 10-1 സിനിമകൾ മാത്രമേ അദ്ദേഹം സംവിധാനം ചെയ്തുള്ളൂ. അതുതന്നെ അദ്ദേഹം തീരുമാനിച്ച് സെലക്ട് ചെയ്ത സിനിമകളായിരിക്കാം. ഒരുപക്ഷെ ബാഹ്യമായ ചില പ്രേരണകൾ കൊണ്ട് ചെയ്യേണ്ടി വന്നതായിരിക്കാം. നിർമ്മാല്യം തിയേറ്ററുകൾ കാണുന്ന സമയത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് 1973 ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ അന്നത്തെ കാലങ്ങളിലൊക്കെ അത്ര ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റുകളില്ലാത്തൊരു സിനിമയെ ഉച്ചപ്പടങ്ങൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. സാധാരണ നൂൺ ഷോകൾ മാത്രമാണ് അന്നൊക്കെ കളിക്കാറുള്ളത്. പക്ഷേ ഈ സിനിമ ഞാൻ കാണുന്നത് അത് റെഗുലർ ഷോയാണ്. ആലപ്പുഴയിലൊരു തിയേറ്ററിലാണ്. അന്ന് തിയേറ്ററുകൾ നിറഞ്ഞ് തിയേറ്റർ ഫുള്ളായി കഴിഞ്ഞിട്ട് തിയേറ്ററിൻ്റെ പുറകിലുള്ള വാതിലുകൾ തുറന്നിട്ട് അവിടെയും വരാന്തയിൽ ഇരുന്ന് തിങ്ങി നിറഞ്ഞ ആളുകൾ കാണുകയാണ്. കാരണം അതിനകത്ത് മറ്റ് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സോ പാട്ടും അടിപിടിയൊന്നുമില്ല. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു ഒരു കഥയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു നറേഷനാണ്. അപ്പം ഇന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അന്ന് എങ്ങനെയാണ് തിയേറ്റർ നിറഞ്ഞ് ഞാനും തിയേറ്ററിൻ്റെ പുറത്തെ വരാന്തയിൽ നിന്നാണ് ഈ സിനിമ കാണുന്നത്. ആ സിനിമ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ബോൾഡായിട്ടുള്ളൊരു സിനിമയാണ്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ്. MT സാറിൻ്റെ മറ്റ് സിനിമകളും അദ്ദേഹം ചെയ്തു. ഇപ്പം മഞ്ഞായാലും ബന്ധനമായാലും വാരിക്കുഴിയും ഇതോരോന്നും അദ്ദേഹം ചെയ്യേണ്ട സിനിമകൾ തന്നെയായിരുന്നു നമ്മൾ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. എന്നാൽ ഒരിക്കലും ഈ സിനിമകളൊക്കെ ഒരു കൊമേഴ്ഷ്യൽ വാക്കുകളാൽ വരകളാൽ സംഗീതത്താൽ MT എന്ന അതികായന ഓർത്തെടുക്കുകയാണ് മാതൃഭൂമിയും നമ്മൾ ഓരോരുത്തരും. മലയാളി ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഓരോ മേഖലകളിലുമുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അതിപ്പോൾ പുസ്തകമാണെങ്കിലും ശരി, എഴുത്താണെങ്കിലും ശരി, സിനിമയാണെങ്കിലും ശരി, നമ്മുടെ മനസ്സിലുണ്ടാകും.